കൊട്ടിയൂർ വഴി വയനാട്ടിലേക്ക് ചുരമില്ലാത്ത പുതിയ ബദൽപാത യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കേളകം പ്രസ് ഫോറം മീഡിയ സെന്ററിൽ ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനാ ഭാരവാഹികളുടെയും അവലോകന യോഗം ചേർന്നു. പദ്ധതിക്ക് വേഗത്തിൽ അനുമതി ലഭ്യമാക്കാൻ പ്രദേശത്തെ എംപിമാർ, MLA മാർ എന്നിവരെ ഉൾപ്പെടുത്തി ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിക്കാനും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകാനും യോഗത്തിൽ ധാരണയായി. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശ്രീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാക്ഷി രാമൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലിസി ജോസഫ്, MG ബിജു, ഡോക്ടർ ത്രേസ്യ പോൾ, സിസിലി കണ്ണന്താനം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജയ്ഷ ബിജു, ജോണി പാമ്പാടി, കേളകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ചാക്കോ, മലയോര ജനകീയ വികസന സമിതി ഭാരവാഹികളായ P തങ്കപ്പൻ മാസ്റ്റർ, ജോർജ് കുട്ടി വാളുവെട്ടിക്കൽ, ബിജു ഓളാട്ടുപുറം, വ്യാപാരി സംഘടനാ നേതാക്കളായ സ്റ്റാനിസ്ലാവോസ്, MS തങ്കച്ചൻ, KP ഷാജി, പ്രസ് ഫോറം പ്രസിഡന്റ് MJ റോബിൻ, സെക്രട്ടറി സജീവ് നായർ, KM അബ്ദുൾ അസീസ്, ജോയ് ജോസഫ്, ഷെറിൻ ഫിലിപ്പ്, വിപിൻ ജോസഫ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പാതക്കാവശ്യമായ വനം പരിസ്ഥിതി അനുമതികൾ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ വേഗത്തിലാക്കാൻ കൃത്യമായ യൂസർ ഏജൻസിയെ നിശ്ചയിക്കാനും മലയോര മേഖലയുടെ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വിവിധ ഗ്രാമപഞ്ചായത്തുകളെയും ജനപ്രതിനിധികളെയും ജനകീയ വികസന സമിതിയെയും ഏകോപിപ്പിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും യോഗത്തിൽ തീരുമാനമായി. ബോയ്സ് ടൗൺ ചുരവുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായ ഒരു യോഗത്തിൽ കൂടെ നമ്മൾ വളരെയധികം നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കണ്ണൂർ വയനാടിനെ സംബന്ധിച്ച് നമ്മൾക്ക് 2 ചുരങ്ങളാണുള്ളത്. അത് നല്ല മഴ വന്ന സമയത്ത് നമുക്ക് 2 ചുരങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പ്രിയപ്പെട്ട ആമുഖ സംഭാഷണം നടത്തിയ ജോയ് ജോസഫ് സംസാരിച്ചു. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു. നമ്മൾക്ക് കൂട്ടായി ഒരു തീരുമാനമെടുത്ത് ഈ പറഞ്ഞ പോലെ മന്ത്രിയുടെ മുമ്പിൽ ഒരു നിവേദനമായിട്ട് നമ്മൾക്ക് അതിനുള്ള സൗകര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് വേണം. നല്ലൊരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കേണ്ടതുണ്ട്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെയാണ് ഇവിടെയുള്ള ചർച്ച ബഹുമാനരായ എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരുമുണ്ട്. ഉചിതമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഏത് രീതിയിൽ നമ്മുടെ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് എത്രത്തോളം നമുക്കത് നല്ല വികസന പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ചയിൽ പൂർണ്ണമായി നമ്മളുടെ തീരുമാനമെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. 45 വർഷമായി നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടി തന്നെ സാധിച്ചത്. ഹൈവിഷൻ ന്യൂസ്, കേളകം.